എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം വായിച്ചു നിർത്തിയത് ലിസ നിക്കോൾസിൻ്റെ ജീവിതത്തിലെ എല്ലാറ്റിനെയും ആശീർവദിക്കുക, പ്രകീർത്തിക്കുക എന്ന വാക്കുകളെക്കുറിച്ച് റോണ്ടയുടെ വിശദീകരണമാണ്. ഞാൻ തുടർന്ന് വായിക്കാം. ദൈവിക പ്രീതിയെ ആവാഹിച്ച് സ്വാസ്ഥ്യവും ഐശ്വര്യവും നൽകുക എന്നാണ് നിഘണ്ടുവിൽ ആശീർവാദത്തിൻ്റെ നിർവചനം. അതിനാൽ ഇപ്പോൾ തന്നെ തുടങ്ങുക. ആശീർവാദത്തിൻ്റെ ശക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആവാഹിച്ച് എന്തിനേയും ഏതിനേയും ആശീർവദിക്കുക. അതുപോലെ തന്നെയാണ് പ്രകീർത്തിക്കലിൻ്റെ കാര്യവും. ആരെയെങ്കിലും എന്തിനെയെങ്കിലും പ്രകീർത്തിക്കുമ്പോൾ നിങ്ങൾ സ്നേഹം നൽകുകയാണ്. ആ വിശിഷ്ടമായ തരംഗം നിങ്ങൾ സംപ്രേഷണം ചെയ്യുമ്പോൾ അത് 100 മടങ്ങായി നിങ്ങളിലേക്ക് തിരിച്ചെത്തും. ആശീർവദിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുമ്പോൾ എല്ലാ നിഷേധഭാവങ്ങളും അപ്രത്യക്ഷമാവുന്നു. നിങ്ങളുടെ ശത്രുക്കളെയും ആശീർവദിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുക. നിങ്ങൾ ശത്രുക്കളെ ശപിക്കുമ്പോൾ ആ ശാപം നിങ്ങൾക്ക് ദോഷം ചെയ്യുന്ന വിധത്തിൽ തിരികെ വരും. മറിച്ച് ആശീർവദിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുമ്പോൾ നിഷേധഭാവങ്ങളും വിരോധങ്ങളും മാഞ്ഞു പോവുകയും നിങ്ങൾ പ്രസരിപ്പിക്കുന്ന സ്നേഹം നിങ്ങളിലേക്ക് തിരികെ വരികയും ചെയ്യും. ആശീർവദിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്യുമ്പോൾ സുഖാനുഭവത്തിൻ്റെ പ്രതികരണങ്ങളിലൂടെ നിങ്ങൾ ഒരു നൂതനമായ തരംഗദൈർഘ്യത്തിലേക്ക് ഉയർന്നതായി അനുഭവപ്പെടും. ഡോക്ടർ ഡെനിസ് വെയ്റ്റ്ലി പറയുന്നു, പോയ കാലങ്ങളിലെ മഹാന്മാർ പലരും രഹസ്യത്തിൻ്റെ സുപ്രധാനമായ ഒരു ഭാഗം മനസ്സിലാക്കാതെ പോയി. മറ്റുള്ളവരെ ശാക്തീകരിക്കുക, നന്മ പങ്കുവയ്ക്കുക എന്ന ഭാഗം. ജീവിച്ചിരിക്കുവാൻ ഇതിലും നല്ല സമയം ചരിത്രത്തിൽ വേറെ ഉണ്ടാവില്ല. വിജ്ഞാനം നേടാനുള്ള ശക്തി നമ്മുടെ വിരൽത്തുമ്പിൽ ഉണ്ടാകുന്നത് മാനവചരിത്രത്തിൽ ആദ്യമായാണ്. ഈ അറിവിലൂടെ ലോകത്തിൻ്റെ സത്യത്തെക്കുറിച്ചും നിങ്ങളുടെ തന്നെ സത്യത്തെക്കുറിച്ചും നിങ്ങൾ ബോധവാന്മാരാകുന്നു. റോബർട്ട് കോലിയർ, പ്രെൻറ്റിസ് മാൽഫോർഡ്, ചാൾസ് ഹാനൽ, മൈക്കൽ ബെർണാഡ് ബെക്വിത്ത് എന്നിവർ പറഞ്ഞു തന്ന പാഠങ്ങളിലൂടെയാണ് ഈ ലോകത്തിനായുള്ള രഹസ്യത്തിൻ്റെ ഏറ്റവും മഹത്തായ ഉൾക്കാഴ്ച എനിക്ക് കിട്ടിയത്. ഈ തിരിച്ചറിവിലൂടെ എനിക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചു. അതേ നിലയിലുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾക്കും വന്നെത്താൻ കഴിയും എന്നാണ് എൻ്റെ ആത്മാർത്ഥമായ പ്രതീക്ഷ. അത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ജന്മം കൊണ്ട്, ചിന്തിക്കുവാനുള്ള ശക്തി കൊണ്ട് നിങ്ങൾക്ക് ഈ ലോകത്തിനും മനുഷ്യവംശത്തിൻ്റെ ഭാവിക്കും വേണ്ടി നന്മകൾ കൊണ്ടുവരുവാൻ കഴിയും. രഹസ്യത്തിൻ്റെ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി രത്നച്ചുരുക്കമാണ്. രത്നച്ചുരുക്കത്തിൽ ചിലത് ഞാൻ വായിക്കാം. നിങ്ങൾ എന്തിനെ പ്രതിരോധിക്കുന്നുവോ അത് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ വിശ്വാസം, സ്നേഹം, ഐശ്വര്യം, വിദ്യാഭ്യാസം, സമാധാനം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇന്നത്തെ വായന ഞാനിവിടെ നിർത്തുകയാണ്. ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും താങ്ക് യു.